കന്യകാമറിയത്തിന്റെ ജനനം സന്തോഷത്തോടെ നമുക്ക് ആഘോഷിക്കാം. ഈ കന്യകയിൽ നിന്നാണല്ലോ നീതിസൂര്യനായ നമ്മുടെ ദൈവമായ ക്രിസ്തു ഉദയം ചെയ്തത്. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് തിരുസഭ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുകയാണ്. സഭയിൽ 3 പേരുടെ ജനന തിരുനാളാണ് ആഘോഷിക്കുന്നത്. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സ്നാപക യോഹന്നാന്റെയും രക്ഷാകര ചരിത്രത്തിൽ അവർക്കുള്ള അദ്വിതീയമായ സ്ഥാനമാണ് പരിശുദ്ധ അമ്മയുടെയും സ്നാപകൻ്റെയും പിറന്നാൾ ആഘോഷിക്കുന്നത്. ബാക്കി എല്ലാ വിശുദ്ധരുടെയും പിറന്നാളാണ് ആഘോഷിക്കുന്നത്. പക്ഷെ അത് സ്വർഗത്തിലേക്കുള്ള പിറന്നാളാണ്. ഒരാളുടെ മരണ ദിവസം അയാൾ സ്വർഗത്തിലേക്ക് പിറക്കും. അതാണ് യഥാർത്ഥ ജന്മദിനം. അതുകൊണ്ടാണ് വിശുദ്ധരുടെ മരണ ദിവസത്തെ ഫീസ്റ്റ് ഡേ എന്നും പറഞ്ഞ് അവരുടെ ആഘോഷമായി ജന്മദിനമായി സഭ കൊണ്ടാടുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെ പ്രതിഷ്ഠിക്കാമെന്ന് പ്രത്യേകമായിട്ട് ഒരമ്മ നമുക്ക് നൽകപ്പെട്ടുവെന്ന് നമുക്ക് ഓർക്കാം. നമുക്കെല്ലാവർക്കും ഒരു അമ്മയുടെ കുറവുണ്ട്. അതുകൊണ്ട് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഈ അമ്മയെ നമുക്ക് തന്നു. സ്വർഗത്തിൻ്റെ അമ്മയെ, ഒന്നിനും കുറവില്ലാത്ത ഒരമ്മയെ നമുക്ക് തന്നു. അപ്പോൾ ഈ അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശുദ്ധത. അങ്ങനെ ഒരു അമ്മ കൂടെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരമ്മയുടെ സാന്ത്വനം, സ്നേഹം, വാത്സല്യം, സംരക്ഷണം നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നു. നമ്മളൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നതിന് പിന്നിൽ നമ്മുടെ അമ്മമാരുടെ വലിയ കരുതലുണ്ട്, ത്യാഗമുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു സ്വർഗീയ അമ്മയെ കിട്ടിയാലും അത് തിരിച്ചറിയുക എന്ന് പറയുന്ന വലിയൊരു കൃപയാണ്. നമുക്കതുകൊണ്ട് ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അമ്മ മാതാവിൻ്റെ വാത്സല്യത്തെ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഈ യാഗത്തിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം കൊണ്ടുവരാം. ലോകം മുഴുവനെയും സമർപ്പിക്കാം. കോവിഡ് രോഗബാധയിൽ നിന്ന് നമ്മുടെ നാടിനെയും ലോകത്തെയും വിമുക്തമാക്കണമേ. നമ്മുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഈ ദിവ്യാംഗമെധായികൾ സമർപ്പിക്കാൻ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ എനിക്ക് പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടേ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോട് കൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, സ്വർഗീയ കൃപാവരദാനം അങ്ങേ ദാസർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ജനനം രക്ഷയുടെ പ്രാരംഭമായി തീർന്ന അവർക്ക് ഈ കന്യകയുടെ ജനന തിരുനാൾ സമാധാനത്തിൻ്റെ വർധന പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ബെത്ലഹേം എഫ്രാത്ത യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രയേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവെടുത്തവൻ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവന്റെ സഹോദരനിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും. കർത്താവിൻ്റെ ശക്തിയോടെ, തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയിക്കും. ഭൂമിയുടെ അതിർത്തിയോടും അവൻ പ്രതാപവാനാകിയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. കർത്താവിൻ്റെ വചനം. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കുന്നു. ഞാൻ കർത്താവിനെ പാടിസ്തുതിക്കും. അവിടെ എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധയായ കന്യാമറിയമേ, അങ്ങ് ഭാഗ്യവതിയും എല്ലാ സ്തുതിക്കും അർഹയുമാണ്. എന്തെന്നാൽ നീതിസൂര്യനായ യേശുക്രിസ്തു അങ്ങിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടി. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അബ്രഹാത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. അബ്രഹാം ഇസഹാക്കിന്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിന്റെയും, യാക്കോബ് യൂദയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. താമാറിൽ നിന്ന് ജനിച്ച പേരസിന്റെയും സേറയുടെയും പിതാവായിരുന്നു യൂദ. പേരസ് ഹെസ്രോന്റെയും, ഹെസ്രോൻ ആരാമിന്റെയും പിതാവായിരുന്നു. ആരാം അമിനാദാബിന്റെയും, അമിനാദാബ് നഹ്ഷോന്റെയും, നഹ്ഷോൻ സൽമോന്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസിന്റെയും, ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഓബദിന്റെയും, ഓബദ് ജസ്സയുടെയും, ജസ്സെ ദാവീദ് രാജാവിന്റെയും പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമന്റെ പിതാവായിരുന്നു. സോളമൻ റഹോബോവാമിന്റെയും, റഹോബോവാം അബിയായുടെയും, അബിയ ആസായുടെയും പിതാവായിരുന്നു. ആസ യോസഫത്തിന്റെയും, യോസഫത്ത് യോറാമിന്റെയും, യോറാം മൂസിയായുടെയും, മൂസിയ യോഥാമിന്റെയും, യോഥാം ആഹാസിന്റെയും, ആഹാസ് ഹെസക്കിയായുടെയും, ഹെസക്കിയ മനാസായുടെയും, മനാസെ ആമോസിന്റെയും, ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു. ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യെക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ. യക്കോണിയ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ജനിച്ച സലത്തിയേലിന്റെയും, സലത്തിയേൽ സൊറബാബേലിന്റെയും പിതാവായിരുന്നു. സൊറബാബേൽ അബിയൂദിന്റെയും, അബിയൂദ് ഏലിയാക്കിമിന്റെയും, ഏലിയാക്കിം ആസൂറിന്റെയും, ആസൂർ സാദോക്കിന്റെയും, സാദോക്ക് അക്കീമിന്റെയും, അക്കീം ഏലിയൂദിന്റെയും, ഏലിയൂദ് എലയാസറിന്റെയും, എലയാസർ മത്താന്റെയും, മത്താൻ യാക്കോബിന്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാൽ അവൾ
അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. കർത്താവിന്റെ സുവിശേഷം. വിശേൽ വാത്സല്യമുള്ള സഹോദരന്മാരെ, കർത്താവിൻ്റെ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കും. ക്രിസ്തുമസ് എന്ന് പറയുന്നത് പോലെ മേരിമസ് എന്ന് പറയാറുണ്ട്. അമ്മയ്ക്ക് നമുക്ക് ബർത്ത്ഡേ ആശംസകൾ നേരാം. എന്താണ് ഒരു ക്രിസ്ത്യാനിക്ക് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുവാനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ്, ഈ പിറന്നാൾ സമ്മാനം എന്താണ് എന്ന് ചോദിച്ചാൽ അത് യോഹന്നാൻ്റെ 2:5 എഴുതി വെച്ചിട്ടുണ്ട്. അമ്മ നമ്മളോട് പറയുന്ന ഏക കാര്യം ഇതാണ്: അവൻ പറയുന്നത് ചെയ്യുക. അതാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പിറന്നാൾ സമ്മാനം. ഈശോ പറയുന്നത് കേൾക്കുക. ഈശോ പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 3 ഇടങ്ങളിലാണ് ഈശോ പറയുന്നത്. 15, 21, 23 തിരുവചനങ്ങളിൽ പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അതാണ് അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പ്രാധാന്യത്തോടെ ഈശോ പറയുക, നമ്മളൊരാളെ സ്നേഹിക്കുന്നതിന് 2 മാനദണ്ഡങ്ങളാണ്. അത് നോക്കിക്കോളൂ. ജീവിതത്തിൽ അങ്ങനെയാണ്. ഈ പ്രണയിക്കുന്നവരെ ശ്രദ്ധിച്ചു നോക്കുക. അവർ ഫോൺ വിളിക്കുന്നത്, ഒരു യുവാവോ യുവതിയോ ഫോണിലായിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ സ്നേഹിക്കുകയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. മറ്റൊന്നും അവർ ശ്രദ്ധിക്കത്തില്ല. അത് മണിക്കൂറുകൾ സംസാരിക്കും. അപ്പോൾ സ്നേഹിക്കുന്ന ഒരാളോട് നമ്മൾ സമയം ചിലവഴിക്കും. സ്നേഹത്തിൻ്റെ വളരെ പ്രാധാന്യമുള്ള മാനദണ്ഡമാണ് ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയം. നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് നമ്മൾ സമയം കൊടുത്തിരിക്കും. ഇനി നമുക്ക് ചോദിക്കാം, ഈശോയെ ഞാൻ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? എത്ര സമയം എൻ്റെ ഈശോയുടെ കൂടെ ഞാൻ ചിലവഴിക്കാറുണ്ട്? നോക്കിയാൽ അറിയാം ഈശോയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ. വേറെ വിശേഷമൊന്നും പറയാം, എനിക്ക് വലിയ സ്നേഹമാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ എത്ര സമയം നമ്മൾ ചിലവഴിക്കുന്നുണ്ട്? അത് വലിയൊരു മാനദണ്ഡമാണ്. 2ാമത്തെ മാനദണ്ഡമാണ് അവൻ പറയുന്നത് കേൾക്കുക. സ്നേഹിക്കുന്നവൻ, നമ്മൾ ശരിക്കും ആരെങ്കിലും സ്നേഹിച്ചോ? ചാകാൻ പറഞ്ഞാൽ നമ്മൾ പോയി ചാവും, കൊന്നു വരാൻ കൊന്നിട്ട് വരും. അങ്ങനെയാണ്. അത്രയേറെ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും. പറയുന്നത് അങ്ങോട്ട് കേൾക്കും. സ്നേഹിക്കുന്നവർ പറയുന്നതിനോട് നോ പറയാൻ നമുക്ക് സാധാരണഗതിയിൽ പറ്റില്ല. അത്രയേറെ സ്നേഹമാകുമ്പോൾ ആ സ്നേഹിക്കുന്ന ആൾ തെറ്റു പറഞ്ഞാൽ നമ്മൾ ചെയ്യും. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ നോക്ക്, ഒരാളെ അനുസരിക്കുക. ഈ 2 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അമ്മയുടെ മക്കളാണ്. കാരണം അവൾ ഒന്ന് മാത്രം പറയുന്നു, അവൻ പറയുന്നത് ചെയ്യുക. ഇന്നു മുതൽ അവൻ പറയുന്നത് ചെയ്തു തുടങ്ങാൻ നോക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും പുറകെ നടക്കും. യേശു പറഞ്ഞത് കേട്ടവരേക്ക് ഒന്ന് നോക്കിയേ. കുഷ്ഠരോഗിയോട് പറഞ്ഞു, പോയി പുരോഹിതന്മാരെ കാണിക്കുക. അവൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് അവർ പോകുന്ന വഴിക്ക്, അപ്പോൾ തന്നെ സൗഖ്യപ്പെട്ടില്ല. അനുസരണം അഭ്യസിച്ചപ്പോൾ പോകുന്ന വഴിക്ക് സൗഖ്യപ്പെട്ടു. ആ കൈ സൂക്ഷിച്ച മനുഷ്യനോട് സിനഗോഗിൽ വെച്ച് ഈശോ നിന്റെ കൈ നീട്ടുക. അവൻ കൈ പുറകെ കെട്ടിക്കൊണ്ട് നിന്നെങ്കിൽ അത് സൗഖ്യപ്പെടത്തില്ല. അപ്പോൾ അവൻ കൈ നീട്ടി, സൗഖ്യപ്പെട്ടു. ആ ഈശോ പറയുന്നത് കേട്ടപ്പോഴാണ് ആ ഭരണികളിൽ വെള്ളം കോരി നിറയ്ക്കുക. നിറച്ചു. ഇനി പകർന്നെടുത്ത് കൊടുക്കുക. ഈശോ പറയുന്നത് കേൾക്കണം. അപ്പം അത്ഭുതം നടക്കും. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് എഴുതപ്പെട്ട വചനമാണ് ഈശോ പറഞ്ഞത് ആയിട്ട് നമ്മൾ കാണുന്നത്. എഴുതപ്പെട്ട വചനത്തിൽ പറയുന്നത് കേട്ടാൽ നമ്മുടെ ജീവിതം ഇങ്ങനെയാകാൻ ഇങ്ങനെയല്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ പുറകെ നടക്കും. ഇന്നത്തെ തിരുനാളിലെ അമ്മയോട് ചേർന്ന് നമുക്ക് ഈശോ പറയുന്ന, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കാം. കർത്താവ് അതിനുള്ള വലിയ അഭിഷേകം അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് തരട്ടെ. നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം ഈ അൾത്താരയിൽ നമുക്കിപ്പോൾ ചേർത്ത് വയ്ക്കാം. നമ്മുടെ ഇടവകയും മുഴുവനും കൊണ്ടുവരാം. ലോകത്തെ മുഴുവനും കൊണ്ടുവന്ന് സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവരെ നമുക്ക് ഓർക്കാം.
പരിശുദ്ധ കത്തോലിക്ക സഭയെ ഓർക്കാം. പരിശുദ്ധ അമ്മയെ വണങ്ങാൻ സാധിക്കാതെ ഉള്ള അനേകം മനുഷ്യരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നതിനുള്ള വലിയ അഭിഷേകം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അമ്മയുടെ മാധ്യസ്ഥം വഴി മൗനമായി നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവായ ക്രിസ്തുവിന് സമർപ്പിക്കാം. അവതരിച്ച വചനത്തിൻ്റെ ഉദാരമായി തീർന്ന പരിശുദ്ധ അമ്മ, ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേക്ക് സംപ്രീതമാകുമാറാകട്ടെ. എന്നും ജീവിച്ച് വാഴ്ന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനം സന്തോഷത്തോടെ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങളുടെ കാണിക്കകൾ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം ധരിക്കാൻ തിരുവുള്ളമായ അങ്ങേ പുത്രന്റെ മനുഷ്യപ്രകൃതി ഞങ്ങൾക്ക് സഹായകമാകട്ടെ എന്ന് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ ജനന തിരുനാളിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ അങ്ങേ ജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യാത്വത്തിന്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുന്നു. സ്വർഗാതിസ്വർഗങ്ങളും ശാക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകും. ആകയാൽ അങ്ങേ ആത്മാവാൻ മഞ്ഞുകണങ്ങളുടെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത്
കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലുമായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപനധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് നോക്കണമേ. അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കഴിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. അവന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ
പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങളെ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങളെ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങൾ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവായ യേശുക്രിസ്തുവേ എന്ന സത്യമായ വീതിയിലെ കൂദാശയിൽ നിലനിൽക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങേ ഭൗതികമായി സ്വീകരിക്കാനാവാതെ ഈ ദിവ്യാഗത്തിൽ പങ്കുവന്ന മുഴുവൻ പേരിലേക്ക് ഇപ്പോൾ തന്നെ ആത്മീയമായി അവിടെ നിലനിർത്തണമേ.
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമായ ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവ്വലോകത്തിനും പ്രത്യാശയും രക്ഷയുടെ പുൻപുലരിയുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനത്തിൽ ഒന്നിച്ചാനന്ദിച്ചുകൊണ്ട് ദിവ്യരഹസ്യങ്ങളാൽ അങ്ങ് പരിപോഷിപ്പിച്ച അങ്ങേ സഭ ആഹ്ലാദിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു.